344 സ്നേഹഭവനം കോതമംഗലം ഇഞ്ചൂര് വത്സയ്ക്കും വത്സയുടെ 4 അംഗ കുടുംബത്തിനുമായിട്ടാണ് നമ്മൾ നിർമ്മിച്ച് നൽകിയത്. ഈ വീടിന് സഹായം നൽകിയത് ബിനു പൂത്രയും ബിനോയ് പൂത്രയുമാണ്. അവർ രണ്ടുപേരും ഇരട്ട സഹോദരങ്ങളാണ്. അവരുടെ വീട് പണിയുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ സ്വന്തം വീട് പണിയുന്ന അതിനോടനുബന്ധിച്ച് സ്വന്തമായി വീടില്ലാത്ത മറ്റൊരു കുടുംബത്തിന് കൂടെ വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായിട്ടാണ് ഇവർ നൽകിയ തുക ഉപയോഗിച്ച് ഞാൻ ഇവർക്ക് ഒരു വീട് നിർമ്മിച്ച് നൽകിയത്. ഇതിൻ്റെ എല്ലാ പണികളും ഭംഗിയായിട്ട് നടത്തിയതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ടീച്ചറിനെ അനുമോദിക്കുക. തോമാചേട്ടനെ ആ കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ വളരെ കഷ്ടപ്പാടുകൾ. നമുക്ക് അവർ രണ്ട് കൂട്ടരല്ല 3 പേരും രോഗികളാണ്. എല്ലാം കൊണ്ടും വളരെ അർഹതപ്പെട്ട ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കുവാൻ പ്രിയപ്പെട്ട സുനിൽ ടീച്ചർക്ക് കഴിഞ്ഞതിൽ വളരെ അങ്ങേയറ്റം അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം ഈ സമയത്ത് വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വാർഡിൽ ഇങ്ങനെയൊരു സന്തോഷകരമായ കാര്യം ചെയ്യുവാൻ കാണിച്ച നല്ല മനസ്സിന് ആദ്യം ടീച്ചറിനോട് നന്ദി പറയുന്നു. അതുപോലെ ഇത് ചെയ്തു തന്ന ബിനുവിനും അവരുടെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചത് ജോയി പൂത്രയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പാണ് നമ്മളെ ഈ വീട് ബിനുവും ഞാനും ജയലാലും കൂടെയാണ് ഇവരുടെ സാഹചര്യം നേരിട്ട് വന്ന് കാണുകയും 3 സെൻറ്റ് സ്ഥലത്ത് വളരെ പരിമിതമായ സാഹചര്യത്തിൽ യാതൊരു സൗകര്യങ്ങളുമില്ലാതെയാണ് വത്സയും വത്സയുടെ ഭർത്താവായ തോമസും അവരുടെ മകൻ സോനുവും അതുപോലെ മകൻ്റെ ഭാര്യയായ സൂസന്നയും ഇവർ 4 പേരും കൂടെ താമസിച്ചിരുന്നു. അപ്പം ഈ 3 സെൻറ്റിൽ എങ്ങനെ വീട് പണിയണം എന്ന് ഉള്ള ഒരു അതായത് വളരെ സ്ഥല പരിമിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിന് 2 നിലകളിലായിട്ടാണ് ഇവർക്ക് 3 മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റ് ഔട്ടും ബാൽക്കണിയും അടങ്ങിയ ഒരു വീട് നിർമ്മിച്ച് നൽകിയത്. എനിക്ക് അതിന് 10 ലക്ഷം രൂപയാണ് ഇതിന് നൽകിയത്. ആ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് എല്ലാ സൗകര്യങ്ങളും, അതായത് വയറിങ്ങും പ്ലംബിങ്ങും എല്ലാം ഉൾപ്പെടെ മൊത്തം ഫിനിഷ് ചെയ്ത് നമ്മൾ ഈ ഒരു വീട് പണിത് നൽകാനായിട്ട് സാധിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം ഇവരെ സംബന്ധിച്ച് സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നും ഇങ്ങനെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിനുവിനും ബിനോയ്ക്കും സന്തോഷിക്കാൻ കാരണം അവർ ഒരു വീട് അല്ലെങ്കിൽ അവർ പണിയുന്ന വീട്ടിൽ അവർ താമസിക്കുമ്പോൾ അതേപോലെ നല്ല മനോഹരമായ ഒരു വീട്ടിൽ ഇവരെ താമസിപ്പിക്കാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷിക്കാം. സന്തോഷമായിട്ട് ജീവിക്കും കേട്ടോ. നമ്മുടെ ഒരിക്കലും ഞങ്ങൾക്ക് ഇതുപോലൊരു ഭവനം ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. ഈ ഭവനം തന്ന ബിനു സാറിനും ബിനോയ് സാറിനും ബിജു സാറിനെ ഞാൻ സ്മരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇതുപോലെ ഒരു ഭവനം കിട്ടുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ടീച്ചറിനോട് ചോദിക്കാനാണ് എന്നോട് ബിനോയ് സാറ് പറഞ്ഞത്. അപ്പോൾ ടീച്ചറിനോട് അത് ഞാൻ ചോദിച്ചു. ടീച്ചറായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഈ ഭവനം തന്ന ടീച്ചറിനും അതുപോലെ ജയാൽ സാറിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒരു വാക്കിലൂടെ നമുക്കൊന്നും പറയാൻ പറ്റുന്നതല്ല. അതുപോലെ എന്നെ ഇപ്പോഴും അവർ സാമ്പത്തികമായിട്ടാണെങ്കിലും അവരെന്നെ ഇപ്പോഴും ആ കുടുംബം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനാണെങ്കിലും ആശുപത്രി കേസ് വന്നിട്ടാണെങ്കിലും എനിക്ക് പൈസ തന്നാണെങ്കിലും എന്നെ സഹായിച്ചു സാറ്. എനിക്ക് ഒരിക്കലും എൻ്റെ മരണം വരെ എനിക്ക് ആ കുടുംബത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ടീച്ചറിനോടാണെങ്കിലും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ജയാൽ സാറിനോടാണെങ്കിലും എല്ലാ കാര്യത്തിലും സഹകരിച്ച് ഞങ്ങൾക്ക് ഈ ഭവനം വന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു വീട് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഞാനൊരു നനയാത്തൊരു വീടാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ എനിക്ക് സാറ് ഈ 2 നിലയുള്ളൊരു വീടാണ്. അതും ഞാനൊരു സാധാരണ ഒരു വീട് പണിയണമെങ്കിൽ 2-3 വർഷം എടുക്കും. ഇതെനിക്ക് കൂടി വന്നൊരു 7 മാസം കൊണ്ട് ഈ വീടിൻ്റെ പണി എനിക്ക് പൂർത്തീകരിച്ച് വന്നു.
ഞാൻ എൻ്റെ ദൈവത്തിനോടും എനിക്ക് ഈ ഭവനം പണിത് തന്ന ടീച്ചറിനോടും അതുപോലെ സാറിനോടും ഞാൻ അതുപോലെ എൻ്റെ ബിനോയ് സാറിനും ബിജു സാറിനും ബിനോയ് സാറിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ വീടിനെന്നെ സഹായിച്ച ബിനോയ്ക്കും ബിനുവിനും ഒരുപാട് നന്ദി, സ്നേഹം.